ആൻഡ്രോമീഡ ഗാലക്സി മണിക്കൂറിൽ 1,00,000 മൈൽ വേഗതയിൽ നമ്മുടെ ക്ഷീരപഥത്തെ സമീപിക്കുന്നു. നമ്മുടെ ക്ഷീരപഥ ഗാലക്സിയോട് ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമീഡ. ഏകദേശം 2.5 ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള വസ്തുവാണിത്. രണ്ട് ഗാലക്സികൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ നിരവധി കുഴപ്പങ്ങൾ സംഭവിക്കാറുണ്ട്. ഒടുവിൽ നമ്മുടെ ആൻഡ്രോമീഡ ഗാലക്സിയും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയോട് ലയിച്ച് മിൽഡ്രോമീഡ ഗാലക്സി ആയിട്ട് മാറും, അല്ലെങ്കിൽ പുതിയൊരു ഗാലക്സി അവിടെ ഫോം ചെയ്യും. എല്ലാം ഒരു വലിയ പിൻബോൾ ഗെയിം പോലെ കാണപ്പെടും. വലിയ അളവിലുള്ള പാറകൾ, പൊടി, ചിഹ്നഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ അത് എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. അങ്ങനെ കൂട്ടിയിടി സംഭവിക്കുമ്പോൾ 2012 വരെ ഈ ഒരു കൂട്ടിയിടി നടക്കുമോ ഇല്ലയോ എന്ന് ഗവേഷകർക്ക് സംശയമായിരുന്നു. വളരെ കൃത്യതയോടുകൂടി ആൻഡ്രോമീഡ ഗാലക്സിയുടെ നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഗവേഷകർക്ക് കഴിഞ്ഞു. ഹബിൾ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കൂടുതൽ കൃത്യതയോടുകൂടി വീക്ഷിച്ചപ്പോൾ ഈ രണ്ട് ഗാലക്സികളും കൂട്ടിയിടിക്കുമെന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തി. താരാപഥങ്ങളുടെ ദീർഘ ആയുസ് നോക്കിയാൽ ഇത്തരം കൂട്ടിയിടികൾ സർവ്വസാധാരണമാണ്. സിമുലേഷനുകൾ അനുസരിച്ച് ആ കൂട്ടിയിടിയുടെ അവശിഷ്ടം ഭീമാകാരമായിട്ടുള്ള ഒരു ജയന്റ് എലിപ്റ്റിക്കൽ ഗാലക്സിയായി കാണപ്പെടും. ആൻഡ്രോമീഡ ഗാലക്സിയിൽ ഏകദേശം 1 ട്രില്യൺ നക്ഷത്രങ്ങളും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം 300 ബില്യൺ നക്ഷത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗാലക്സികളും തമ്മിൽ കൊളീഷനാവുമ്പോൾ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് വളരെ അസംഭവ്യമാണ്. ഉദാഹരണത്തിന് സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെന്റൗറി. അത് ഏകദേശം നമ്മളിൽ നിന്ന് 4.2 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ ഒരു ക്രിക്കറ്റ് ബോൾ പോലെ കാണപ്പെടുകയാണെങ്കിൽ നമ്മുടെ പ്രോക്സിമ സെന്റോറി 680 മൈൽ അകലെയുള്ള ഒരു പീനട്ടിൻ്റെ വലുപ്പമായിരിക്കും. സോ കൂട്ടിമുട്ടാനുള്ള ചാൻസ് അവിടെ വളരെ കുറവാണ്. ഓരോ ഗാലക്സിയുടെയും കേന്ദ്രങ്ങൾക്കിടയിൽ നക്ഷത്രം കൂടുതലായി കാണപ്പെടുന്നുണ്ടെങ്കിലും നക്ഷത്രങ്ങൾ തമ്മിലുള്ള ശരാശരി ദൂരം ഇപ്പോഴും 100 ബില്യൺ മൈൽ അകലെയാണ്. ഓരോ മൈലിലും ഓരോ ക്രിക്കറ്റ് ബോൾ വീതം ഇടുന്നത് പോലെയാണ്. അതായത് ഒരു നക്ഷത്രത്തിൽ നിന്നും മറ്റൊരു നക്ഷത്രത്തിലെത്താൻ അവിടെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ 2 നക്ഷത്രങ്ങൾ വരെ ഉൾക്കൊള്ളാനുള്ള അത്രയും അകലെയാണ് ഈ ഓരോ നക്ഷത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ ഒരു ലയനം നടക്കുമ്പോൾ ഗാലക്സിയിൽ നിന്നുള്ള ഏതെങ്കിലും 2 നക്ഷത്രങ്ങൾ കൂട്ടിമുട്ടാൻ സാധ്യതയേയില്ല. പക്ഷേ ചിലപ്പോൾ ഒരു കാര്യം സംഭവിക്കാം. ചില നക്ഷത്രങ്ങൾ ആ ഗാലക്സിയിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെട്ടേക്കാം. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലും ആൻഡ്രോമീഡ ഗാലക്സിയിലും ഓരോന്നിനും ഒരു അതിബൃഹത്തായ കേന്ദ്ര തമോഗർത്തമുണ്ട്. അതായത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാവുന്ന ഈ ഒരു കാലയളവിൽ ഈ തമോദ്വാരങ്ങൾ പരസ്പരം കൺവേർജൻ്റ് ആവുകയും പുതുതായി രൂപം കൊണ്ട ഗാലക്സിയുടെ മധ്യഭാഗത്ത് കൂടിച്ചേരുകയും ചെയ്യും. അതായത് 2 ഗാലക്സികളും തമ്മിൽ പരസ്പരം കൊളീഷൻ ആവുമ്പോൾ ഈ 2 ഗാലക്സികളും പരസ്പരം കൺവേർജൻ്റായി അത് പുതിയ ഗാലക്സിയുടെ നമ്മുടെ മിൽഡ്രോമീഡയുടെ മധ്യഭാഗത്ത് കൂടിച്ചേർന്ന് ഒരു വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളായിട്ട് മാറും. സോ അതിബൃഹത്തായ തമോദ്വാരങ്ങൾ മറ്റൊരു പ്രകാശ വർഷത്തിനുള്ളിൽ വരുമ്പോൾ അവ പൂർണ്ണമായും ലയിക്കുന്നതുവരെ കൂടുതൽ പരിക്രമണ ഊർജം പ്രസരിപ്പിക്കുന്നു. ഗുരുത്വാകർഷണ തരംഗങ്ങൾ വളരെ ശക്തമായി പുറപ്പെടുവിപ്പിക്കാൻ തുടങ്ങും. സംയോജിത തമോദ്വാരങ്ങൾ എടുക്കുന്ന വാതകം, അതായത് 2 ഗാലക്സിയുടെയും തമോദ്വാരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. സോ അവർ ഒരുമിച്ച് പോകുമ്പോൾ ആ ഒരു തമോദ്വാരങ്ങൾ എടുക്കുന്ന വാതകം ഒരു ആക്റ്റീവ് ഗാലക്സി ന്യൂക്ലിയസ് അവിടെ സൃഷ്ടിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് വളരെ വലിയൊരു എനർജി പുറത്തുവിടും. ഈ ഒരു സമയത്ത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഭാവി എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. നിലവിലെ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഗാലക്സിയിൽ നമ്മുടെ സൗരയൂഥം അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം മുൻപത്തെ സ്ഥാനത്ത് നിന്നും 3 ഇരട്ടി ദൂരത്തേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഗാലക്സി സ്പൈറൽ ആംസ് ആയത് അങ്ങനെയാണ് നമ്മുടെ ഗാലക്സി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ സൂര്യൻ ഓറിയോൺ സ്പർ എന്ന ബ്രാഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് കൂടുതൽ ദൂരത്തേക്ക് പോകുവാണെങ്കിൽ
അതിനർത്ഥം നമ്മുടെ സോളാർ സിസ്റ്റം ആ സ്പൈറൽ ആമിൻ്റെ വിരൽത്തുമ്പിലായിരിക്കും എന്നാണ്. അതായത് നമ്മൾ ആദ്യം സ്പൈറൽ ആമിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഗാലക്സി തമ്മിൽ കൊളീഷൻ ആവുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് തള്ളപ്പെടുകയാണ്, അതായത് നമ്മുടെ സോളാർ സിസ്റ്റം. അപ്പോൾ സ്പൈറൽ ആമിലായിരുന്ന നമ്മൾ കൂടുതൽ ദൂരത്തേക്ക് പോകുമ്പോൾ ആ ഒരു ആമിൻ്റെ വിരൽത്തുമ്പിലായിരിക്കും, ഫിംഗർ ടിപ്സിലായിരിക്കും നമ്മൾ കാണപ്പെടുന്നത്. കൂട്ടിയിടിയുടെ സമയത്ത് ചിലപ്പോൾ സൗരയൂഥം പുതിയ ഗാലക്സിയിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ 12% സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്, അല്ലെങ്കിൽ അവർ പ്രവചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയെക്കുറിച്ച് നമുക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ആ സമയത്ത് ഭൂമിയിൽ മനുഷ്യൻ എന്നൊരു ജീവിവർഗം തന്നെ ഉണ്ടാവില്ല, അതെല്ലാം അവസാനിച്ചിട്ടുണ്ടാകും. അതുമല്ല, ഇത്തരമൊരു കൊളീഷൻ കാരണം നമ്മുടെ സൗരയൂഥത്തെ പ്രതികൂലമായിട്ട് അത് ബാധിക്കുകയുമില്ല. കൂടാതെ സൂര്യനോ ഗ്രഹങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാവില്ല. ഇങ്ങനെ 2 ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴേക്കും സൂര്യൻ്റെ ക്രമേണ വർദ്ധിച്ചു വരുന്ന തിളക്കം കാരണം ഭൂമിയുടെ ഉപരിതല ദ്രാവക ജലത്തിന് നിലനിൽക്കാൻ കഴിയാത്ത വിധം ചൂടായി കഴിഞ്ഞിരിക്കും. ദെൻ നമ്മുടെ ഭൂമി അപ്പോഴേക്കും ഭൂമിയിലെ ജീവജാലങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. സോ ഈ ഒരു കൂട്ടിയിടി എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. മന്ദഗതി എന്ന് വെച്ചാൽ ഒച്ചുകൾ വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ അതിലും പതുക്കെയാണ് നീങ്ങുന്നത്. ടെക്ടോണിക് പ്ലേറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒച്ചുകൾ എന്നത് ജെറ്റ് വിമാനങ്ങളെ പോലെയാണ്. ഇപ്പോൾ 2 പ്ലേറ്റുകൾ കൂട്ടിയിടിച്ചാലോ ഇന്ത്യൻ ഏഷ്യൻ പ്ലേറ്റുകൾ ഇപ്പോൾ കൂട്ടിമുട്ടുകയാണ്. ഈ കൂട്ടിയിടി ഗാലക്സിയിലെ കൂട്ടിയിടിയേക്കാൾ വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കൂട്ടിയിടികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് സംഭവിക്കുന്നത്. എന്നാൽ ഭൂമിശാസ്ത്രപരമല്ലാത്ത സംഭവങ്ങൾ, അതായത് ഗാലക്സിയിലെ സംഭവങ്ങൾ, കൂട്ടിയിടി സംഭവങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങളെടുക്കും സംഭവിക്കാൻ. ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ആൻഡ്രോമേഡയും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും കൂട്ടിയിടി ആരംഭിക്കും. അത് ലയനം പൂർത്തിയാക്കാൻ അനേകം കോടി വർഷങ്ങൾ കൂടിയെടുക്കും. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് രാത്രിയിൽ അതിശയകരമായിട്ടുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു ആകാശം കാണാൻ കഴിയും. അത് നമുക്ക് അല്പം പുതുമയുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്ന എവിടെയെങ്കിലും ജീവിച്ചാൽ മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മലിനീകരണം കാരണം നമ്മുടെ ഭൂരിഭാഗം പേരും ക്ഷീരപഥം പോലും കണ്ടിട്ടില്ല. അപ്പോഴും ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു ആകാശ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സൂര്യൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രകാശം കാരണം ഭൂമിയിലെ ദ്രാവകജലം വറ്റി വരണ്ട് ഭൂമി ജീവനില്ലാത്ത ഒരു ഗ്രഹമായി മാറിയിട്ടുണ്ടാകും. സോ നമുക്ക് ഈ കാഴ്ച കാണാൻ കഴിയില്ല എന്നാണ് നമ്മുടെയും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരുടെയും ഒരു അനുമാനം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, പുതിയൊരു അറിവ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ട് എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറയുക. പിന്നെ ചാനൽ കാണുന്ന അധികം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സോ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.